വളരെ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഞാൻ ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ 1, 2, 3 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ പ്രാരംഭ 3 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1 ഫോളോവിങ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമായ വേദഭാഗമാണ്. സമയക്കുറവ് മൂലമാണ് ഈ ഭാഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരുവാൻ ഇടവന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തു നിന്ന് അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തോട് ഇതിനകത്തു നിന്ന് പറയുവാനുള്ള ചിന്തകൾ പ്രാപിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇവിടെ കാനായിലെ ആ ഭവനത്തിൽ ഒരു വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തോടുള്ള ബന്ധത്തിങ്കൽ യേശുവിൻ്റെ മാതാവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, ബൈബിൾ പണ്ഡിതന്മാരെല്ലാം പറയുന്ന ഒരു കാര്യം, യേശുവിൻ്റെ മാതാവിൻ്റെ ചാർച്ചക്കാരുടെ ആരുടെയെങ്കിലും ഒരു ഭവനമായിരിക്കണം. കാരണം ആ ഭവനത്തിൽ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കാനും ഒക്കെ യേശുവിൻ്റെ മാതാവിന് അവിടെ അവസരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ കഴിയും ഏതെങ്കിലും ഒരു ചാർച്ചക്കാരുടെ ഭവനമായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ മാതാവിൻ്റെ ചില പ്രവർത്തികളാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ആ ഭവനത്തിനകത്ത് നടന്ന വിവാഹത്തിന്റെ നടുവില് വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ മാതാവ് ഇവിടെ കടന്നു വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്. യേശുവിൻ്റെ അമ്മ അവനോട്, 3-ാമത്തെ വാക്യം, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടായിരിക്കാം യേശുവിൻ്റെ അടുക്കലേക്ക് ഈ മാതാവ് കടന്നു വന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നത്? ഇതിനു മുമ്പ് യേശു കർത്താവ് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആദ്യം ചെയ്ത ഒരു അത്ഭുതമായിട്ട് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഈ മാതാവ് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് ആമേൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൊണ്ടുപോയത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30 തൊട്ട് 33 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ന്റെ 30 തൊട്ട് 33 വരെയുള്ള വേദഭാഗങ്ങൾ. ദൂതൻ അവളോട്, മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മറിയ യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ കേട്ട ഒരു വലിയ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആരെക്കുറിച്ചുള്ള വാഗ്ദത്തം? തനിക്ക് ജനിക്കുവാൻ പോകുന്ന തൻ്റെ മകനെ കുറിച്ചുള്ള വാഗ്ദത്തം.
വാഗ്ദത്തം. പ്രൈസലോ, ഈ വാഗ്ദത്തം ഹൃദയത്തിനകത്ത് പേറിക്കൊണ്ടാണ് ആമേൻ യേശുവിനെ മറിയ വളർത്തിയത്. പ്രൈസലോ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആമേൻ, തൻ്റെ ഹൃദയത്തിനകത്ത് ദൂതൻ കൊടുത്ത ഈ വാഗ്ദത്തത്തിന് നിറവേറുവാൻ വേണ്ടി ഈ മാതാവ് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. പ്രൈസലോ, ഒരു പക്ഷേ ആ കാനാവിലെ ആമേൻ ശൂന്യതയുടെ നടുവില് ഈ മാതാവ് ചിന്തിച്ചു കാണും, ഇതാണ് ആമേൻ ദൈവ പ്രവർത്തിക്കുള്ള സമയം. പ്രൈസലോ, ഇതുവരെ യോസഫിന്റെ മറിയുടെ മകൻ എന്ന് അറിയപ്പെട്ട ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ലോകം തിരിച്ചറിയേണ്ട ഒരു നിമിഷം ആമേൻ ഇതായിരിക്കണം എന്ന് ഒരു പക്ഷേ ആ മാതാവ് ചിന്തിച്ച് കാണും. പ്രൈസലോ, അത് നിമിത്തമായിരിക്കാം യേശുവിന്റെ അടുക്കിലേക്ക് ഈ വിഷയവുമായിട്ട് മാതാവ് കടന്നു വരുന്നത്. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന ഹൃദ്യമായി വിളിച്ചു പറയുക, ആമേൻ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന തലമുറകളെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, പ്രൈസലോ, അത് നിറവേറി കാണുവാൻ വേണ്ടി ഹൃദയത്തിനകത്ത് വളരെ ആഗ്രഹത്തോടെ, വളരെ കണ്ണുനീരോടെ, വളരെ പ്രാർത്ഥനയോടെ ആമേ കാത്തിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവത്തിന്റെ വചനത്തിന് ഇന്നു പകൽക്കാലം വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അവൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഊവ് ഊവ് എന്ന് തന്നെയാണ്. പ്രൈസലോ, അതിനകത്ത് ഒരു മാറ്റം ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. എന്നിട്ടും നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് അതേ വിഷയത്തിന്റെ നടുവിലായിരിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് ആ മാതാവിനോട് പറഞ്ഞതുപോലെ എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല. ഹല്ലേലൂയ. അതായത് ആമേൻ വാഗ്ദത്തം അതിന്റെ നിറവേറുന്ന സമയം ഇതുവരെയും ആയിട്ടില്ല. അത് നിശ്ചയിക്കേണ്ടത് ഈ ലോകത്തിൽ ഒരു വ്യക്തിയല്ല, മറിച്ച് അത് നിശ്ചയിക്കേണ്ടത് വാഗ്ദത്തം പറഞ്ഞ സർവശക്തനായ ദൈവം തന്നെയാണെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനങ്ങൾ ചേർത്ത് ചിന്തിച്ചാട്ടെ. വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ട് ആരെ കുറിച്ച്? തലമുറകളെ കുറിച്ച്. പ്രൈസലോ, അത് എന്തേ നിറവേറ്റാത്തത് എന്ന് ഹൃദയത്തിനകത്ത് ആരെങ്കിലും ഭാരപ്പെട്ടിട്ട്, ഹല്ലേലൂയ, നിരാശപ്പെട്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ വചനം തരുന്ന ഉറപ്പ് അത് നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ അത് നിറവേറേണ്ട സമയം ഞാനല്ല പറയേണ്ടത്, മറിച്ച് സർവശക്തനായ ദൈവം ആമെ കുറിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്നു പകൽക്കാലം വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളാകട്ടെ, അതിനെ നോക്കിയിട്ട് ദൈവം ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഒരു വചനം നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാ. അത് നിറവേറുക തന്നെ ചെയ്യും. എപ്പോഴാ കർത്താവേ? ആമേൻ. ദൈവം നിശ്ചയിച്ച ആ തക്ക സമയത്ത് തന്നെ അത് നിറവേറുവാൻ ഇടവരുമെന്ന് വചനം വിളിച്ചു പറയുകയാ. വിശ്വസിക്കുന്നവർ മാത്രം അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആ ഭവനത്തിനകത്തൊരു ശൂന്യത വരികയാ. പ്രൈസ് ദി ലോർഡ്. ഈ ശൂന്യത ആരാ തിരിച്ചറിയുന്നത്? മറിയ തിരിച്ചറിയുകയാ. മറിയ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം ആരോടാ വന്ന് പറയുന്നത്? യേശുവിനോടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ആമേൻ ഒരു ഭവനത്തിന്റെ ശൂന്യത അറിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആമേൻ. അടുത്ത ആളോട് അത് ഫോൺ വിളിച്ച് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കേട്ടതുപോലെ അല്ലായിരിക്കാം 10 പേര് അത് ആമേൻ പ്രൈസ് ദി ലോർഡ് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം മറ്റൊരാശയമായിട്ട് പലരുടെയും ചെവിയിലേക്ക് അത് എത്തിച്ചേരാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം എന്ത് കേട്ടാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പോകേണ്ടത് മറ്റൊരുവന്റെ ചെവിയിലേക്കല്ല, മറിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൂത് തിരിച്ചറിയുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അത് മറ്റൊരുവന്റെ ചെവിയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ സഹോദരനൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്, എൻ്റെ സഹോദരനൊരു തകർച്ച പറ്റിയിട്ടുണ്ട്, എൻ്റെ സഹോദരൻ രോഗിയായിട്ടുണ്ട്, എൻ്റെ സഹോദരൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ തകർച്ചയെ മാറ്റണമേ, അവന്റെ രോഗത്തെ
രോഗത്തെ സൗഖ്യമാക്കണമേ, അവന്റെ ജീവിതത്തിനകത്ത് ദൈവ പ്രവൃത്തി അയക്കണമേ, അവന്റെ ശൂന്യതയെ നികത്തണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ആമേൻ നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, ആമേൻ. ഈ മാതാവിന്റെ ഹൃദയത്തിനകത്ത് ഒരു വാഗ്ദത്തം ഇങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരെക്കുറിച്ച്? തലമുറയെക്കുറിച്ച്. ആമേൻ. തലമുറയെക്കുറിച്ച് വാഗ്ദത്തം ഉള്ളപ്പോൾ തന്നെ അത് നിറവേറി കാണണമെന്ന് ഹൃദയത്തിനകത്ത് വളരെയധികം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആമേൻ ആയിരിക്കുന്ന ഭവനത്തിന്റെ ശൂന്യത തിരിച്ചറിയുന്നത്, ആ ശൂന്യത തിരിച്ചറിയുമ്പോൾ അവൾ ഓടി കടന്നു വരുന്നത് യേശുവിന്റെ അടുക്കലേക്കാണ്. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? യേശു അവിടെ ഒരു അത്ഭുതം ചെയ്താൽ, ഹല്ലേലൂയ, ആ വിഷയത്തിന്റെ നടുവിൽ ഒരു അത്ഭുതം ചെയ്ത ആമേൻ അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്താണെന്ന്, അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ലോകമൊന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. എന്റെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ലോകം തിരിച്ചറിയുമാറ് ഒന്ന് വെളിപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റേഖാബന ശംദന രാജസിയാദന, ഹല്ലേലൂയ. വളരെ കുറച്ചാളുകൾ മാത്രമേ തലമുറയൊന്ന് കർത്താവിൻ്റെ വഴിയിലേക്ക് വരണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പോകണമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആമേൻ അവരുടെ ഭൗതിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ മാത്രമേ ആമേൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വളരെ ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, ഹല്ലേലൂയ, ആമേൻ, ജോൺ സ്യാൻ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞതുപോലെ ആമേൻ തലമുറകൾ ആമേൻ ഈ ദൈവകൃപ വ്യക്തമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് ജീവിക്കണം, കർത്താവിൻ്റെ വഴികളിലേക്ക് കടന്നു പോകണം. ആമേൻ. ദേശത്തായിരിക്കട്ടെ വിദേശത്തായിരിക്കട്ടെ എവിടെയൊക്കെ ആയിരുന്നാലും എൻ്റെ തലമുറ കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. എൻ്റെ തലമുറ കർത്താവിൻ്റെ വഴിയിൽ പോകണം, അവരെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറണം. ആമേൻ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യകതയാണെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ എങ്ങോട്ടാണ് ഈ വിഷയം കൊണ്ടുവരുന്നത്? യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ മാതാവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ സമയം വന്നിട്ടില്ല എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടെങ്കിലും അവിടെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. സ്ത്രീയെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ അല്പം എന്താ പറയുന്ന ബഹുമാനം കൊടുക്കാത്ത ഒരു പദമായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ ഗുണേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിനി, പ്രൈസ് ദി ലോർഡ്, ബഹുമാന സൂചകമായിട്ടാണ് പറയുന്നത്. ഗുണേ, സ്വാമിനി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ സമയം ആയിട്ടില്ല, എൻ്റെ സമയം പിതാവാണ് നിർണയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അവിടെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, മാതാവ് ചെയ്ത അടുത്തൊരു കാര്യം, ശുശ്രൂഷകന്മാരെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുക എന്ന് മാത്രമല്ല, ആ ദൈവപ്രവൃത്തി നടക്കുവാൻ വേണ്ടി ചിലരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ചിലർക്കൊക്കെ ദൈവം ആ ഒരു കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരെയും ഒന്ന് ഒരുമിപ്പിച്ച് നിർത്താൻ. ഹല്ലേലൂയ. ഒരു കാര്യം വരുമ്പോഴത്തേന് ആമേൻ എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങി ആ വിഷയം ചെയ്യുവാൻ ഒരു പ്രോത്സാഹനം. പ്രൈസ് ദി ലോർഡ്. അതൊരു ദൈവകൃപ തന്നെയാണ് കേട്ടോ. ഹല്ലേലൂയ. അത് നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരുന്നുവെങ്കിൽ, മറ്റുള്ളവരെ ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ ഉത്സാഹിപ്പിക്കുന്നവരായി തീരുന്നുവെങ്കിൽ, അതിലൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വകയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്ന ആമേൻ ആശയങ്ങൾ ദൈവമക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ പറയുന്ന ഒരു വാക്കു മതി ആമേൻ ചിലരൊക്കെ ചേർത്ത് നിർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു വാക്കു മതി എല്ലാത്തിനും ഛിന്ന ഭിന്നമാക്കി കളയുവാനോ. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്നു പകൽക്കാലം നിറയപ്പെട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആമേ പ്രൈസ് ദി ലോർഡ്. മറിയ അവിടെ ആമേ ശുശ്രൂഷ ചെയ്യുന്നവരോട് പറയുക, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനത്തിന് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ ദൈവമക്കളെ
കർത്താവ് എന്ത് നമ്മളോട് പറഞ്ഞാലും അത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി സമർപ്പിതമായ ഒരു ഹൃദയം നമുക്കുണ്ടോ? ഹല്ലേലൂയ. ശിമോൻ പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പ്രൈസ് ദി ലോർഡ്, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ഒന്നും കിട്ടാത്ത ശൂന്യതയായിരുന്നുവെങ്കിലോ ആമേൻ നിന്റെ വാക്കിന് ഞാനൊന്ന് വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇവിടെ ആമേൻ ഒരു ശൂന്യത ഭവനത്തിന്റെ അകത്തളങ്ങളിലുണ്ട്. ശുശ്രൂഷകരോട് പറയുക, അവൻ എന്തു പറഞ്ഞാലും ചെയ്യണം. ഹല്ലേലൂയ. അവിടെ ശുദ്ധീകരണ നിയമപ്രകാരം 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ കൽപാത്രങ്ങൾ എന്തിനാ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്? വെള്ളം നിറച്ചു വെക്കും. ആമേ പുറത്തുനിന്ന് കടന്നു വരുന്നവര് ആ വെള്ളമെടുത്ത് കാല് കഴുകി ശുദ്ധി പ്രാപിച്ച് അകത്തേക്ക് കയറും. അങ്ങനെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാത്രങ്ങൾ അത്ര മാന്യമായ പാത്രങ്ങളൊന്നുമല്ല. ആമേൻ ഈ മാന്യമാകാത്ത ഈ പാത്രങ്ങളുടെ അകത്തു തന്നെ എന്ത് ചെയ്യുക? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോ ശുശ്രൂഷകർ ഓടിച്ചെന്ന് വക്കോളം നിറയ്ക്കുവാൻ ഇടവന്നു. ഇന്ന് പകൽക്കാല വചനത്തിന് ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവമക്കളെ, അനുസരണത്തിന്റെ ഒരു പ്രവൃത്തി എവിടെ വെളിപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് വചന ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം, ശുശ്രൂഷകരോട് പറയുക, ഇത് കോരി വിരുന്നുവാഴിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ വിരുന്നുവാഴി ആരാ? ഈ വിവാഹം നിയന്ത്രിക്കുന്ന ആളാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത ഒരു കാര്യമേ വിവാഹത്തിനകത്തില്ല. ഏത് ആഹാരമുണ്ടെന്നോ ഏത് കുറവാണെന്നോ ഏത് കൂടുതലാണെന്നോ ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി ആരാ? ഈ വിരുന്നുവാഴിയാ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവിടെ ശുശ്രൂഷകരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ വെള്ളം കോരി ആമേൻ, പ്രൈസ് ദി ലോർഡ്, എങ്ങോട്ട് കൊണ്ട് കൊടുക്കാനോ പറയുന്നത്? വിരുന്നുവാഴിയുടെ അടുക്കലേക്ക് കൊണ്ട് കൊടുക്കാനോ പറയുന്നത്? അവിടെ ചെല്ലുമ്പോൾ അത് വെള്ളമല്ല, അത് വീഞ്ഞായിട്ട് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, അനുസരണത്തിന്റെ പ്രവൃത്തി എവിടെ വെളിപ്പെട്ടോ അവിടെ ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷ ചെയ്തിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? കർട്ടന് പുറകിലേക്ക് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ശുശ്രൂഷകരോട് പറയുക, നിങ്ങൾ പോയി ഇത് വിരുന്നുവാഴിയുടെ കയ്യിലേക്ക് കൊടുക്ക്. കാരണം ഈ വിരുന്നിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ വിരുന്നുവാഴി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ശുശ്രൂഷ ഓവർകം ചെയ്യുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് എന്ത് ചെയ്യുക? യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറയുന്നത് കർട്ടന് പുറകിലേക്ക് മാറി നിൽക്കുവാനുള്ള മനസ്സ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചതിന് ശേഷം കർത്താവ് പറയുക, ഇത് കോരി വിരുന്നുവാഴിയുടെ കയ്യിലേക്ക് കൊടുക്കുക. വിരുന്നുവാഴി ഇത് രുചിച്ചു നോക്കിയിട്ട് ഓടിപ്പോകുന്നത് എങ്ങോട്ടാ? മണവാളന്റെ അടുക്കലേക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എങ്ങോട്ടാ വരേണ്ടത്? ഇത് എവിടെ ഉണ്ടാക്കി അങ്ങോട്ടല്ലേ വരേണ്ടത്? എന്നാൽ മണവാളന്റെ അടുക്കലേക്കാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മണവാളൻ ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മണവാളൻ അവിടെ വിവാഹത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി നിൽക്കുകയാ, സന്തോഷിക്കുകയാ. ആമേൻ. ശൂന്യത വന്നതൊന്നും മണവാളൻ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അവിടെ വ്യക്തമായി നമ്മളോട് പറയാനുള്ളത്, ആമേൻ, മണവാളൻ അറിയാതെ തന്നെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ ഭവനത്തിനകത്ത്, അവന്റെ വിവാഹത്തിനകത്ത് കടന്നു വന്ന ശൂന്യത എന്റെ കർത്താവ് പരിഹരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയാനുള്ളത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജോലിക്കകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് യേശു കർത്താവിനെ ഒന്ന് ക്ഷണിക്കുക. അവൻ ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, റീഖബന ശംദന രാജസിയാദന, വളരെ വ്യക്തമായി ഒന്ന് കേട്ടാട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിനെ ക്ഷണിക്കുക മാത്രമല്ല, അവനൊരു ഇടം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവനൊരു ഇടം, പ്രൈസ് ദി ലോർഡ്, എന്റെ തീരുമാനത്തിന്റെ നടുവില്, എന്റെ കുടുംബത്തിന്റെ വിഷയങ്ങളുടെ നടുവില്, എന്റെ തലമുറയുടെ ഭാവിയുടെ നടുവില് എന്റെ കർത്താവിനെ വിളിക്കുക മാത്രമല്ല, അവനൊരു ഇടം, പ്രൈസ് ദി ലോർഡ്, അവനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊരു ഡിസ്കഷൻ ഇല്ല. ഹല്ലേലൂയ. അവനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊരു നന്മ ഇല്ല. ഹല്ലേലൂയ. അവനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊരു സന്തോഷം ഇല്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ സന്തോഷമാകട്ടെ, ഞങ്ങളുടെ ദുഃഖമാകട്ടെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എന്റെ കർത്താവിന് ഒരു ഇടം, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം അത് കൊടുക്കുവാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരീശൻ യേശുവിനെ ഭവനത്തിലേക്ക് വിളിച്ചു. എന്നാൽ
യേശു ചെയ്യുന്ന പ്രവർത്തികളെ ഹൃദയത്തിനകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇവന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദൈവഭക്തനായിരുന്നുവെങ്കിൽ, ദൈവപുരുഷനായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ആരാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ വചനം പറയുക, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചവരാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന് നമ്മൾ ഇടം കൊടുക്കുന്നവരാണെങ്കിൽ കർത്താവിന്റെ പ്രവർത്തികളെ നമ്മൾ ചോദ്യം ചെയ്യരുത്, വെറുതെറുത്തു പോകരുത്. ഇന്ന് പകൽക്കാല കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഇടം കൊടുക്കുവാൻ ഇടവരുന്നുവെങ്കിൽ കർത്താവ് ചില ഇൻസ്ട്രക്ഷനുകൾ നൽകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. കർത്താവിനെ വിളിച്ചു, കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നു, കർത്താവ് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ നിർദ്ദേശങ്ങൾ ഒരു പക്ഷേ മാനുഷിക ബുദ്ധിക്ക് ഒതുങ്ങുന്നതാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിശ്വാസത്തോടെ, അനുസരണത്തോടെ ആ ഇൻസ്ട്രക്ഷൻ കേട്ടപ്പോൾ സംഭവിച്ചത് വീഞ്ഞുണ്ടായി. ഭവനത്തിന് ശൂന്യത മാറിയെന്ന് മാത്രമല്ല, കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടു എന്ന് വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. മറിയുടെ ഹൃദയത്തിനകത്ത് ഒരു വാഗ്ദത്തം പേറിക്കൊണ്ട് അവൾ നടക്കുകയാണ്. ഹല്ലേലൂയ. സന്താനത്തെ കുറിച്ചുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചന ഹൃദയങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാ. നിങ്ങളുടെ തലമുറയെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് കർത്താവിന്റെ വചനം എന്ത് സംസാരിച്ചിട്ടുണ്ടോ അത് വിട്ടുകളയരുത്. അതിനെ ഇന്ന് പകൽക്കാലം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അതിനെ മുറുകെ പിടിക്കണം. ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കണം, ദൈവമേ നിന്റെ തക്ക സമയത്ത് ആ വാഗ്ദത്തം ഒന്ന് നിറവേറ്റണമേ. ഹല്ലേലൂയ. നിന്റെ തക്ക സമയത്ത് ഒരു ദൈവപ്രവൃത്തി അയക്കണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ യാത്രകളിൽ, നമ്മളുടെ ഇടപെടലുകളിലൊക്കെ പലരുടെയും ശൂന്യതകൾ നമ്മൾ കണ്ടെന്ന് വരാം. ഹല്ലേലൂയ. പലരുടെയും ശൂന്യതകളെ കുറിച്ച് നമ്മൾ കേട്ടെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് ആ ശൂന്യത മറ്റൊരുവന്റെ ചെവിയിലേക്ക് എത്തിക്കുകയല്ല, മറിച്ച് എന്നെ അത് കാണിച്ചുവെങ്കിൽ, എന്നെ അത് കേൾപ്പിച്ചുവെങ്കിൽ, എന്നെ കുറിച്ച് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ കർത്താവിനോട് സംസാരിക്കണം. കർത്താവേ, എന്റെ സഹോദരൻ ഇങ്ങനൊരു വീഴ്ചയിലേക്ക് പോയിരിക്കുന്നു, തകർച്ചയിലേക്ക് പോയിരിക്കുന്നു, അവന്റെ ജീവിതത്തിനകത്ത് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, ഇന്ന രോഗമുണ്ട്, എന്ത് തന്നെയാണെങ്കിലും അതിനെ സൗഖ്യമാക്കുക എന്റെ കർത്താവ് മതിയായവനാണല്ലോ. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവിങ്കലേക്കാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നിലവിളികളെല്ലാം കർത്താവിങ്കലേക്കാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വാക്കുകള് നമ്മുടെ വാക്കുകള് ഒരു സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തുന്നതാകട്ടെ. നമ്മുടെ വാക്കുകള് അനേകരുടെ ജീവിതത്തിനകത്ത് പ്രോത്സാഹനം കൊടുക്കുന്നതാകട്ടെ. നമ്മുടെ വാക്കുകള് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകള് ദൈവ പ്രവൃത്തിയെ കാണുവാൻ നമ്മളെ സഹായിക്കുന്നതായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം ചോദിക്കുന്നു, നിങ്ങളുടെ തീരുമാനങ്ങളിൽ കർത്താവുണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ കർത്താവുണ്ടോ? നിങ്ങളുടെ ജോലി മേഖലയിൽ കർത്താവുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനകത്ത് കർത്താവുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന് നമ്മുടെ ജീവിതത്തിനകത്ത് ഇടം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു ഷോക്കേസ് പോലെ വെക്കുവാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് എന്റെ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഏത് തീരുമാനങ്ങളുടെ നടുവിലും ആദ്യം കർത്താവിനോട് ചോദിക്കുക. ഹല്ലേലൂയ. ഏത് സന്തോഷത്തിന് നടുവിലും കർത്താവേ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന് ഏത് ദുഃഖമാകട്ടെ, അത് നിരാശയോടെ 10 പേരോട് പറഞ്ഞു നടക്കാൻ നീ കർത്താവിനോട് പറ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് കർത്താവിന്റെ സന്നിധി വീണാൽ ഇന്ന് പകൽക്കാലം ആ കണ്ണുനീരിനെ മറികടന്ന് പോകുന്ന ദൈവമല്ല, ഇന്ന് പകൽക്കാലം മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന വചന ശക്തിയോടെ പറയുകയാണ്. ചില ഇൻസ്ട്രക്ഷനുകളൊക്കെ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ചില ഇൻസ്ട്രക്ഷനുകളൊക്കെ തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരാലും തള്ളപ്പെട്ടതിനകത്ത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതിനകത്ത് വെള്ളക്കോരി നിറയ്ക്കാൻ കർത്താവ് പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വക്കോളം നിറച്ചപ്പോൾ ആ ഭവനത്തിന്റെ ശൂന്യത
പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ, എല്ലാവരാലും തള്ളപ്പെട്ട, എല്ലാവരാലും ത്യജിക്കപ്പെട്ട പാത്രങ്ങളൊക്കെ മാന്യപാത്രങ്ങളായി മാറുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല വചനം വളരെ ഹൃദ്യമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ചില ഇൻസ്ട്രക്ഷനുകൾ നമ്മൾ അവഗണിക്കരുത്, ചില ആലോചനകളെ നമ്മൾ അവഗണിച്ച് കളയരുത്. കർത്താവ് പറഞ്ഞതെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി അതിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ അളക്കരുത്, അതിനെ മുറിക്കരുത്. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്ന എല്ലാം അങ്ങനെ വിശ്വസിക്കരുത്, അതിനെ അളന്ന് കുറിച്ച് വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചു. ആമേൻ. ഒരു ഭോഷനെ പോലെ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാ. ആമേൻ. ദൈവമക്കളെ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാങ്ങിയതല്ല ഇവിടുത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിലെ ശൂന്യത മാറിയതുമല്ല ഇവിടുത്തെ വിഷയം. ആമേൻ. ആ കല്യാണത്തിന് നടുവിൽ കർത്താവിന് മഹത്വം കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഏതെങ്കിലും ശൂന്യതകൾ മാറുക മാത്രമല്ല, എന്റെ രോഗം മാറുക മാത്രമല്ല, എന്റെ കടബാധ്യത മാറുക മാത്രമല്ല, എന്റെ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വം ലഭിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെക്കുക ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്.